എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ അബുദാബിയിൽ നിന്ന് തന്നെയുള്ളതാണ്. ഇന്ന് അബുദാബിയിൽ ഒരു മാസക്കാലത്തോളമായിട്ട് നടക്കുന്ന വലിയൊരു ആഘോഷമാണ് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ. UAE രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ നാമകരണത്തിൽ നടത്തപ്പെടുന്ന ഈ ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത് 2021 നവംബർ 18 സംസ്കാരത്തിൻ്റെ ചക്രവാളങ്ങൾ നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുകയും അതിൻ്റെ പാതകൾ വൈവിധ്യപൂർണ്ണമാക്കുകയും ചെയ്യുക എന്നതാണ് UAEയുടെ ലക്ഷ്യം. സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചട്ടക്കൂടിനുള്ളിൽ ജനങ്ങൾ ഒത്തുചേരുന്നതിനുള്ള ഒരു മാർഗമായി ഈ ഫെസ്റ്റിവലിനെ കാണുന്നു. ഓരോ വർഷങ്ങളിലും ഇവിടുത്തെ ഫെസ്റ്റിവലിൻ്റെ സൗന്ദര്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ വർഷത്തെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക വിനോദ പരിപാടികളിൽ ഒന്നായി അതിൻ്റെ യാത്ര തുടരുകയാണ്. പരേതനായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന് സർവശക്തനായ റബ്ബ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നൽകട്ടെ, അവിടുത്തെ കവിടം വിശാലമായി കൊടുക്കട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് ദുആ ചെയ്യാം. കാരണം അത്രമാത്രം നാടിന് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ത്യാഗം സഹിച്ച, അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ട് അതിനനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു മഹത് വ്യക്തി കൂടിയാണ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ. ഉന്നത മൂല്യങ്ങളും എമിറേറ്റ്സിൻ്റെ നാഗരികതയും സാംസ്കാരികവുമായ പൈതൃകം സംരക്ഷിക്കുന്നതിനും ദേശീയ പൈതൃകവും സംസ്കാരവും ഏകീകരിക്കുന്നതിനുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ അവിഭാജ്യ ഘടകമാണ്. വ്യത്യസ്തമായ ഓരോ രാജ്യങ്ങളുടെ പവലിയൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജ് പോലെ തന്നെ അലങ്കരിച്ച് അതേപോലെ ഓരോ പവലിയനും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫെസ്റ്റിവലിൻ്റെ അകത്ത് കിടക്കാനായി 10 ദിർഹംസാണ് ചാർജ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് പവലിയനുകളുണ്ട്, ഇഷ്ടംപോലെ ഓരോ രാജ്യത്തിൻ്റെയും. ഇത് ജപ്പാൻ്റെതാണ്. ഇതിനകത്ത് അതുപോലെ തന്നെ ഓരോ ചെറിയ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല, അന്താരാഷ്ട്ര സംഗീത കച്ചേരികൾ, അപൂർവമായ കലാപരിപാടികളും എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന രസകരമായ ആവേശകരമായ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. മുഴുവനും കുടുംബത്തിന് ആസ്വദിക്കാവുന്ന വിപുലമായ ഒരു പുതിയ സാംസ്കാരിക വിനോദ പരിപാടികളായിട്ടാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. യമൻ, ഈജിപ്ത്, മൊറോക്കോ, തുർക്കി, ജപ്പാൻ, ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇറാൻ, സിറിയ, താലിൻ എന്നിവയുടെയൊക്കെ പവലിയനൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓരോ പവലിയൻ്റെ അകത്തും അവരവരുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ അവിടുത്തെ സംഗീതവും അവരെ പ്രധാനപ്പെട്ട കുറേ സാധനങ്ങളും ഒക്കെ നമുക്കവിടെ കാണാനും വാങ്ങിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം. സംഗീതവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ബാത്റൂം സൗകര്യമാണ്. ഇഷ്ടംപോലെ സൗകര്യം, നല്ല വൃത്തിയുള്ള ബാത്റൂം സൗകര്യമുണ്ട്. മറ്റൊന്ന്, മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. എനിക്കും ഇതിനകത്തൊക്കെ കയറണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാനും അതൊന്ന് കയറി അത്യാവശ്യം എൻജോയ് ചെയ്തു. How much do you have, sir? അബുദാബിയുടെ കൾച്ചർ അടുത്തറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പവലിയൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ അതിലൂടെയൊക്കെ കയറി എല്ലാവരും എല്ലാ വിധ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനും തൊട്ടറിയാനും അടുത്തറിയാനൊക്കെ
പറ്റി എന്ന് വേണമെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവലിലൂടെ സാധിച്ചു എന്ന് വേണം നമുക്ക് വേണ്ടി പറയാം. അന്ന് കറങ്ങി വന്നപ്പോൾ ഇത്തിരി വിശപ്പില്ലാണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന ഒരു ചെറിയൊരു സ്റ്റാളുണ്ട്, അവിടത്തേക്ക് വന്നു. ഞങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ട് 2-3 അവരുടെ ട്രഡീഷണൽ ഫുഡൊക്കെ വാങ്ങിച്ചു. അതിങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കയ്യടലും വാരലും തിന്നലും കഴിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗീമാത്ത് എന്ന് പറയുന്ന സംഭവമാണ്. ഗീമാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സ്വീറ്റ്സാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വീറ്റ്സാണിത്, UAE-യുടെ. എല്ലാ ദിവസവും 10 മണിക്കൂടെ വെടിക്കെട്ടുണ്ട് കേട്ടോ. നല്ല ഫയർ, അടിപൊളി. അപ്പം അത് കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. അതിപ്പം തുടങ്ങും, ഏകദേശം സമയമായിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ.